നമസ്കാരം. ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കണിച്ചാർ പഞ്ചായത്ത് ഓഫീസ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഉപരോധിച്ചു. ഉപരോധം പകർച്ചപ്പനി ബാധിതർക്കുള്ള സൗജന്യ അരി വിതരണം ചെയ്തില്ലെന്നാരോപിച്ച്. ഇരിട്ടി മിനിലോറി ഗുഡ് ഷിപ്പ് സ്റ്റാൻഡ് പ്രശ്നത്തിന് പരിഹാരമായി. തൊഴിലാളികൾ നടത്തിവന്ന സമരം പിൻവലിച്ചു. പേരട്ട കല്ലന്തോട്ടിൽ കരിങ്കൽ ക്വാറിയിലുണ്ടായ സ്ഫോടനത്തിൽ വീട്ടമ്മ മരിച്ച സംഭവത്തിൽ ക്വാറിയുടെ പ്രവർത്തനം നിർത്തിവെക്കണമെന്ന് മുഖ്യമന്ത്രിയുടെ വീഡിയോ കോൺഫറൻസ് വഴി പരാതി നൽകിയ ആക്ഷൻ കമ്മിറ്റി അംഗത്തിന് മർദ്ദനം. വാർത്തകൾ വിശദമായി. പകർച്ചപ്പനി ബാധിതർക്കുള്ള സൗജന്യ അരി കണിച്ചാർ പഞ്ചായത്തിൽ വിതരണം ചെയ്തില്ലെന്നാരോപിച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു. രാവിലെ 10:30 പ്രകടനമായി എത്തിയ 20ഓളം പ്രവർത്തകരാണ് ഓഫീസിനകത്ത് കടന്ന് വാതിൽ പൊട്ടി ഉപരോധം ആരംഭിച്ചത്. പകർച്ചപ്പനി ബാധിതർക്കായുള്ള സൗജന്യ അരി കണിച്ചാർ പഞ്ചായത്തിൽ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചാണ് 20ഓളം ഡിവൈഎഫ്ഐ പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചത്. അരമണിക്കൂറോളം നീണ്ട ഉപരോധം 11 മണിയോടെ അവസാനിച്ചു. ഓഫീസ് ഉപരോധിക്കുമ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റോ സെക്രട്ടറിയോ ഓഫീസിലുണ്ടായിരുന്നില്ല. ബുധനാഴ്ചയോടെ അരി വിതരണം ചെയ്യാമെന്ന് സെക്രട്ടറി പിന്നീട് ഫോണിൽ ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് ഉപരോധം അവസാനിപ്പിച്ചത്. ഡിവൈഎഫ്ഐ വില്ലേജ് സെക്രട്ടറി ആന്റണി സെബാസ്റ്റ്യൻ ഉപരോധം ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഈ കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലും ഈ പരിവാരങ്ങളുടെ അരി വിതരണം ചെയ്തു കഴിഞ്ഞപ്പോൾ കണിച്ചാർ പഞ്ചായത്തിൽ മാത്രം ഈ അരി വിതരണം ചെയ്തായിരുന്നത് ഇവിടെയുള്ള സെക്രട്ടറിയും പ്രസിഡന്റും ഇവിടുത്തെ ഭരണകക്ഷി അംഗങ്ങളും ഒത്തുകളിച്ചുകൊണ്ട് മാത്രമാണ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ള വിവരം. ഇവരെ ഈ പനി ഇപ്പോ സെക്രട്ടറി ആയിട്ട് സംസാരിച്ചപ്പോൾ സെക്രട്ടറി പറഞ്ഞത് ബുധനാഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് ഈ അരി കണിച്ചാർ പഞ്ചായത്തിൽ വിതരണം ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഈ ബുധനാഴ്ചക്കുള്ളിൽ ഈ അരി വിതരണം ചെയ്തിട്ടില്ലെങ്കിൽ ഈ കണിച്ചാർ പഞ്ചായത്തിലെ ഒരു ഉദ്യോഗസ്ഥനെയും ഇവിടുത്തെ ഭരണസമിതി അംഗങ്ങളെയും ഈ പഞ്ചായത്തിലല്ല പഞ്ചായത്ത് ഓഫീസിൽ കയറാൻ ഡിവൈഎഫ്ഐ സമ്മതിക്കില്ല എന്ന് ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. ബിജു തുള്ളൻപുഴ, PT നിഷാദ്, KK ശ്രീജിത്ത് എന്നിവർ നേതൃത്വം നൽകി. ഇരിട്ടി ടൗണിൽ മിനിലോറി ഗുഡ്സ് ജീപ്പ് സ്റ്റാൻഡ് പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരമായി. പോലീസും പഞ്ചായത്തും തൊഴിലാളികളുമായി നടത്തിയ ചർച്ചയിൽ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്ത് പഴശ്ശി ഇറിഗേഷൻ പദ്ധതിയുടെ സ്ഥലത്തേക്ക് പാർക്കിംഗ് മാറ്റാൻ തീരുമാനമായതോടെയാണ് പ്രശ്നത്തിന് പരിഹാരമായത്. തുടർന്ന് തൊഴിലാളികൾ ഇരിട്ടി ടൗണിൽ ആഹ്ലാദ പ്രകടനം നടത്തി. ലോറി സ്റ്റാൻഡായി ഉപയോഗിക്കുന്ന പഴയ സ്റ്റാൻഡിൽ ബദൽ സംവിധാനം ഏർപ്പെടുത്താതെ കീഴൂർ ചാവശ്ശേരി പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കുന്നതിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ടൗണിൽ മിനി ലോറി ഗുഡ്സ് ജീപ്പ് തൊഴിലാളികൾ ട്രിപ്പ് മുടക്കിയുള്ള സമരത്തിലായിരുന്നു. പയഞ്ചേരി മുക്കിൽ സ്റ്റാൻഡിനായി വാങ്ങിയ സ്ഥലത്തേക്ക് പാർക്കിംഗ് മാറ്റണമെന്ന് പഞ്ചായത്ത് നിർദ്ദേശിച്ചെങ്കിലും തൊഴിലാളികൾ ആ നിർദ്ദേശം തള്ളുകയായിരുന്നു. ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം ആരംഭിക്കാനുള്ള ശ്രമവും തൊഴിലാളികൾ തടഞ്ഞിരുന്നു. പേരട്ട കല്ലന്തോട്ടിൽ കരിങ്കൽ ക്വാറിയിലുണ്ടായ സ്ഫോടനത്തിൽ വീട്ടമ്മ മരിക്കാനിടയായ സംഭവത്തെ തുടർന്ന് ക്വാറിയുടെ പ്രവർത്തനം നിർത്തിവെക്കണമെന്ന് കാണിച്ച് മുഖ്യമന്ത്രിയുടെ വീഡിയോ കോൺഫറൻസ് വഴി പരാതി നൽകിയ ആക്ഷൻ കമ്മിറ്റി അംഗത്തെ ഒരു സംഘം മർദ്ദിച്ചതായി പരാതി. പേരട്ട ആനക്കുഴി സ്വദേശി KP വിനോദിനെയാണ് പരിക്കുകളോടെ ഇരിട്ടി PT ചാക്കോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പേരട്ട കല്ലന്തോട്ടിൽ കരിങ്കൽ ക്വാറിയിലുണ്ടായ സ്ഫോടനത്തിൽ കല്ല് തെറിച്ചു വീണ് വീട്ടമ്മ മരിക്കാനിടയായ സംഭവത്തിൽ ക്വാറിയുടെ പ്രവർത്തനം നിർത്തിവെക്കണമെന്ന് കാണിച്ച് മുഖ്യമന്ത്രിയുടെ വീഡിയോ കോൺഫറൻസ് വഴി പരാതി നൽകിയ വിനോദിനെ വെള്ളിയാഴ്ച രാത്രി ഒരു സംഘം ആക്രമിക്കുകയായിരുന്നു. ക്വാറിക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന, അതായത് ഈ ക്വാറി മുതലാളിമാരുടെ ഗുണ്ടകളായിട്ട് നിൽക്കുന്ന കുറച്ച് ആൾക്കാർ വന്നിട്ടാണ് എന്നെ ആക്രമിക്കുന്നത്. അതിൽ ഒരാളാണ് എന്നെ ശരിക്കും മർദ്ദിച്ചത്. അയാളാണ് ഈ കല്ലന്തോട് ക്വാറിയിൽ വെടിവെച്ച് ആ സ്ത്രീ മരിക്കുമ്പോൾ വെടിവെച്ച ഒരാളാണ് എന്നെ ഇന്നലെ വന്നിട്ട് അടിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് എന്നെ കൊല്ലും,
പിന്നെ ഇത് ഈ നാട്ടിൽ ജീവിക്കാൻ അനുവദിക്കില്ല, നിന്നെ തട്ടിക്കളഞ്ഞാലും എന്നെ നോക്കാൻ മുതലാളിമാരുണ്ട്. ഇവിടെ ഈ കീഴുകുന്നിലുള്ള 5 സ്റ്റാർ എന്ന് പറയുന്ന സ്റ്റോൺ ക്രഷറുണ്ട്, അവരുടെ ക്രഷറിലാണ് ഇയാൾ പണിയെടുക്കുന്നത്. അവർ ഞങ്ങളുടെ എല്ലാ കാര്യവും നോക്കിക്കോളും, നിന്നെ തീർക്കാനാണ് ഞങ്ങളുടെ പരിപാടി, ഞങ്ങൾ കൊട്ടേഷൻ എടുത്തിരിക്കുകയാണ് എന്നും പറഞ്ഞിട്ടാണ് ഇവരെന്നെ അടി. ക്വാറിയുടെ പ്രവർത്തനത്തിൽ പ്രതിഷേധവുമായി മുന്നോട്ടു പോയാൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും വിനോദ് പറഞ്ഞു. കൊട്ടിയൂർ ബോയ്സ് ടൗൺ റോഡിൽ ചെങ്കൽ ലോറി മറിഞ്ഞ് 11 മണിക്കൂറോളം ഗതാഗതം മുടങ്ങി. വെള്ളിയാഴ്ച രാത്രി 8:30 തടസ്സപ്പെട്ട ഗതാഗതം ശനിയാഴ്ച രാവിലെ 6 മണിയോടെയാണ് പുനഃസ്ഥാപിച്ചത്. അപകടത്തിൽ ലോറി ഡ്രൈവർക്ക് പരിക്കേറ്റു. വയനാട് അതിർത്തിയോട് ചേർന്ന ചുരത്തിലാണ് വെള്ളിയാഴ്ച രാത്രി 8:30 ലോറി മറിഞ്ഞത്. പാറത്തോട്ടിൽ നിന്ന് മാനന്തവാടിയിലേക്ക് ചെങ്കൽ കയറ്റി പോവുകയായിരുന്ന ലോറിയാണ് മറിഞ്ഞത്. ഇതോടെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ശനിയാഴ്ച രാവിലെ 6 മണിയോടെ വളപട്ടണത്തു നിന്നെത്തിയ ക്രെയിൻ ഉപയോഗിച്ച് ലോറി നീക്കം ചെയ്തതിനു ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിക്കപ്പെട്ടത്. പരിക്കേറ്റ ശാന്തിഗിരി സ്വദേശി കുറുമ്പിൽ ബിജോയിയെ ഇരിട്ടി സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 2006 UPA സർക്കാർ ആസിയാൻ കരാർ ഒപ്പിടാൻ തുനിഞ്ഞപ്പോൾ അന്നുണ്ടായിരുന്ന ഇടതുപക്ഷ MP-മാരടക്കം ഒറ്റക്കെട്ടായി എതിർത്തതിനാലാണ് ഒപ്പിടാതിരുന്നതെന്നും ഇപ്പോൾ ഒപ്പിടുക വഴി കേരളത്തിലെ കർഷകരെ പട്ടിണിയിലേക്ക് നയിക്കുകയുമാണ് UPA സർക്കാർ ചെയ്യുന്നതെന്ന് CPM ജില്ലാ സെക്രട്ടറി P. ശശി പറഞ്ഞു. CPM ശ്രീകണ്ഠാപുരം ഏരിയ കമ്മിറ്റി നടത്തിയ കാൽനട പ്രചരണ ജാഥയുടെ സമാപനം ശ്രീകണ്ഠാപുരത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നേരത്തെ ഉണ്ടാക്കിയ തുടർ ചർച്ചയുടെ ഭാഗമായിട്ട് 2006 ഈ കരാർ ഒപ്പിടേണ്ടത്. ആ കരാർ ഒപ്പിടാനെന്ന് മൻമോഹൻ സിംഗ് പുറപ്പെട്ടു. അന്ന് ഇടതുപക്ഷ പാർട്ടികളടക്കം മൻമോഹൻ സിംഗിന് പിന്തുണ കൊടുക്കുന്ന കാലമാണ്. ആ കാലത്ത് കരാർ ഒപ്പിടാൻ പുറപ്പെട്ടപ്പോ കേരളത്തിലെ ലോക്സഭാ മെമ്പർമാരിൽ, പാർലമെന്റ് മെമ്പർമാരിൽ 20 ആളാണ് ആകെയുള്ളത്. ആ 20 ആളിൽ 18 പേരും ഇടതുപക്ഷത്തിന്റെ MP-മാരാണ്. മൂവാറ്റുപുഴയെ നമ്മൾ ജയിക്കുകയും ഇപ്പൊ കോടതി ദുർബലപ്പെടുത്തുകയും PC തോമസ് അല്ലേ, അദ്ദേഹം നമ്മളോടൊപ്പം ഇക്കാര്യത്തിൽ. അങ്ങനെ 19 MP-മാരും പോയിട്ട് മൻമോഹൻ സിംഗിനെ കണ്ടിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ കരാർ ഒപ്പിട്ടാൽ പിന്നെ കേരളമില്ല, അതുകൊണ്ട് ഈ കരാർ ഒപ്പിടാൻ പാടില്ല. 2006 UPA സർക്കാർ ആസിയാൻ കരാർ ഒപ്പിടാൻ തുനിഞ്ഞപ്പോൾ കേരളത്തിൽ നിന്നുള്ള 18 ഇടതുപക്ഷ MP-മാരടക്കം 19 MP-മാരും ഒറ്റക്കെട്ടായി എതിർത്തതുകൊണ്ടാണ് അന്ന് സർക്കാർ ഒപ്പിടാതിരുന്നത്. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം ജയിച്ചുപോയ കോൺഗ്രസ്, ലീഗ് MP-മാരടക്കമുള്ള കേന്ദ്ര സർക്കാരാണ് ആസിയാൻ കരാർ ഒപ്പിട്ടത്. ഇതുമൂലം കേരളത്തിലെ കൃഷിക്കാരെ പട്ടിണിയിലേക്ക് നയിക്കുകയും കേരളത്തിൽ നിന്നും വോട്ട് വാങ്ങിപ്പോയ കോൺഗ്രസ്, ലീഗ് MP-മാർ കേരളത്തിലെ കൃഷിക്കാരുടെ നെഞ്ചിൽ കുത്തുകയാണ് ചെയ്യുന്നതെന്നും P. ശശി പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണിച്ചാർ പഞ്ചായത്ത് ഓഫീസ് DYFI പ്രവർത്തകർ ഉപരോധിച്ചു. ഉപരോധം പകർച്ചപ്പനി ബാധിതർക്കുള്ള സൗജന്യ അരി വിതരണം ചെയ്തില്ലെന്നാരോപിച്ച്. ഇരിട്ടി മിനിലോറി ഗുഡ് ഷിപ്പ് സ്റ്റാൻഡ് പ്രശ്നത്തിന് പരിഹാരമായി. തൊഴിലാളികൾ നടത്തിവന്ന സമരം പിൻവലിച്ചു. പേരട്ട കല്ലന്തോട്ടിൽ കരിങ്കൽ ക്വാറിയിലുണ്ടായ സ്ഫോടനത്തിൽ വീട്ടമ്മ മരിച്ച സംഭവത്തിൽ ക്വാറിയുടെ പ്രവർത്തനം നിർത്തിവെക്കണമെന്ന് മുഖ്യമന്ത്രിയുടെ വീഡിയോ കോൺഫറൻസ് വഴി പരാതി നൽകിയ ആക്ഷൻ കമ്മിറ്റി അംഗത്തിന് മർദ്ദനം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.